ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞ് കാഴ്ചപരിധി കുറച്ചത് വ്യോമ റെയിൽ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലെ ദൃശ്യപരിധി 300 മീറ്ററിൽ താഴെയായിരിക്കുന്നു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബൽറാം, ഭയങ്കര തണുപ്പാണ്. ബൽറാമും അങ്ങനെ തന്നെയാണല്ലേ, വല്ലാത്ത തണുപ്പാണ്. ഈ വ്യോമ റെയിൽ ഗതാഗതത്തെ അത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവിടെ ജീവിക്കുന്നവർ കുറേയൊക്കെ അതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ യാത്രകൾ മുടങ്ങുന്നത് വലിയ പ്രശ്നങ്ങളാണ് അല്ലേ? തീർച്ചയായും സ്മിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉത്തരേന്ത്യ ആകെ ശീതതരംഗത്തിന്റെ പിടിയിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വ്യോമ റെയിൽ ഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. പ്രധാനമായും മൂടൽമഞ്ഞാണ് ഇക്കാര്യത്തിൽ പ്രധാന തടസ്സമായി മാറുന്നത്. ഈ റൺവേകളിൽ ദൃശ്യപരിധി കുറഞ്ഞതോടെയാണ് വിമാന സർവീസുകൾ നടത്താൻ കഴിയാത്തതോ അല്ലെങ്കിൽ വൈകുന്നതോ ആയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മാത്രം 100-ലേറെ സർവീസുകൾ ഉത്തരേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലായുള്ള വിവിധ വിമാനത്താവളങ്ങളിൽ വൈകിയാണ് സർവീസ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും രാജസ്ഥാനിലെ 4 വിമാനത്താവളങ്ങളെയും ഈ മൂടൽമഞ്ഞ് ബാധിച്ചിരിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസുകളുള്ള ഒരു വിമാനത്താവളമാണ് രാജ്യത്തെ ഡൽഹിയിലേത്. അവിടെയും സർവീസുകളെ രൂക്ഷമായി തന്നെ ഈ ദൃശ്യപരിധി കുറഞ്ഞത് ബാധിച്ചിട്ടുണ്ട്. 300 മീറ്ററിൽ താഴെയായി ദൃശ്യപരിധി എത്തുന്ന സാഹചര്യമുണ്ടായി. രാവിലെ കുറഞ്ഞ സമയം ദൃശ്യപരിധി 0 വരെ എത്തിയ ദിവസങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ശക്തമായ മഴ ഉത്തരേന്ത്യയിൽ ചിലയിടത്തുണ്ടായി. ഡൽഹി, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴയുണ്ടായി. ഇതാണ് മൂടൽമഞ്ഞ് വർദ്ധിപ്പിക്കാനും തണുപ്പ് കൂടുതൽ കടുപ്പിക്കാനും ഇടയാക്കിയത്. ഈ ഒരു അവസ്ഥ വരുന്ന ദിവസങ്ങളിലും തുടരും എന്ന മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയ്ക്കും ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജസ്ഥാനിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും ഈ അതിശൈത്യത്തെ തുടർന്ന് നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ ശൈത്യതരംഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. സ്മിത.